हरे कृष्णा। जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौरभक्त वृंद। जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौरभक्त वृंद। हरे कृष्णा। श्री 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 चैतन्य चरितामृतम की जय, श्री कृष्णदास कविराज गोस्वामी की जय, श्री चैतन्य महाप्रभु की जय। हरे कृष्णा। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे। मूकं करोति वाचालं पंगुं लंघयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं। कदाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। हरिः ओं तत्सत्। पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। ഹരേ കൃഷ്ണ. എല്ലാവരെയും ഇന്നത്തെ നമ്മുടെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാപ്രഭുവിന്റെ ആവിർഭാവം, ആഗമനം എന്ന വിഷയത്തിനെ ആസ്പദമാക്കിയുള്ള ആദിലീലയിലെ 13ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന, എനിക്കിപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയത് 63ാമത്തെ ശ്ലോകം മുതൽ നോക്കണമെന്നാണ്. 63ാമത്തെ ശ്ലോകം മുതൽ അടുത്ത 124ാമത്തെ ശ്ലോകം വരെ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ആരംഭിക്കുകയാണ്. അതിനു മുൻപായി അദ്വൈതാചാര്യ പ്രാർത്ഥിക്കുന്നതും എന്നുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ ഈ 63 മുതൽ 124ാമത്തെ സെഷൻ വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരെല്ലാവരും ആദ്യമേ അറിയുന്ന ഭാഗമാണ്. അദ്വൈതാചാര്യ ഭഗവാൻ ഇവിടെ അവതരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം. ഹരേ കൃഷ്ണ. ദയവിത് എല്ലാവരും മ്യൂട്ടിലിരിക്കുക. ഈ അധ്യായം, ഇനി കാണുന്ന ഭാഗം, ഈ 63ാമത്തെ ശ്ലോകം മുതൽ ഈ അധ്യായം മുഴുവൻ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ വർണ്ണിക്കുന്ന കാര്യങ്ങളാണ്. നോക്കാം നമുക്ക് എന്താണ് വരുന്നതെന്ന്. 63 മുതൽ 124 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ അവതാരമാണ് എങ്കിൽ 63 മുതൽ 66 വരെ ഭഗവാൻ മഹാപ്രഭുവായി വരുന്നതിന് മുൻപ് അദ്വൈതാചാര്യയുടെ വീട്ടിൽ നടന്ന ഭക്തി നിർഭരമായ ചില ചടങ്ങുകളെ കുറിച്ച് വിവരിക്കുകയാണ്. അപ്പൊ മഹാപ്രഭു വരുന്നതിന് മുൻപേ ഭൂമിയിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു സച്ചിമാതായുടെയും കല്യാണം നടക്കുന്നതിനെ കുറിച്ച്, അവരുടെ വിവാഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അവർക്ക് 8 പെൺകുട്ടികൾ ഉണ്ടാവുകയും 9ാമത്തെ കുട്ടി ഒക്കെ ജനിക്കുന്ന ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 63ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. പ്രഭുര ആവിർഭാവ പൂർവേ യത വൈഷ്ണവഗണ അദ്വൈത ആചാര്യരസ്ഥാനെ കരേന ഗമന. മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് മുൻപേ നവദ്വീപിലെ ഭക്തന്മാരെല്ലാം പതിവായി അദ്വൈതാചാര്യന്റെ ഗൃഹത്തിൽ ഒത്തുചേരുമായിരുന്നു. അവരെന്തിനാണ് ഒത്തുചേർന്നുകൊണ്ടിരുന്നത്?
गीता भागवत कहे आचार्य गोसाई ज्ञान कर्म निंदी करे ഭക്തിര ബടായി. വൈഷ്ണവരുടെ ഈ സംഗമത്തിൽ അദ്വൈതാചാര്യൻ പതിവായി ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പാരായണം ചെയ്യുകയും ജ്ഞാനകർമ്മ ഫലേച്ഛാകർമ്മ മാർഗങ്ങളെ അപലപിച്ച് ഭക്തിയോഗത്തിന്റെ പരമശ്രേഷ്ഠതയെ സമർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഓൾറെഡി തന്നെ അദ്വൈതാചാര്യൻ അവിടെ ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നവദ്വീപിലെ എല്ലാ ഭക്തരോടും വൈഷ്ണവരോടെല്ലാം സംഘം ചേർന്നുകൊണ്ട് ഭഗവത്ഗീത, ഭാഗവതം, ശ്രീമദ് ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വർണ്ണനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭക്തിയുടെ ഒരു ബീജം അവിടെ ഓൾറെഡി അദ്ദേഹം വിതയ്ക്കുന്നതിനുള്ള പ്രാരംഭം കുറിക്കുകയുണ്ടായി മഹാപ്രഭു വരുന്നതിന് മുൻപ് തന്നെ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സർവശാസ്ത്ര ഹേ കൃഷ്ണ ഭക്തിര വ്യാഖ്യാന ജ്ഞാന യോഗ തപോ ധർമ്മ നഹി മാനേയാന. വേദശാസ്ത്രങ്ങളിലുടനീളം ഭക്തിഭരിത ഭഗവത് സേവനത്തെക്കുറിച്ച് വിവരിക്കുന്നു. അതിനാൽ കൃഷ്ണഭക്തന്മാർ ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, അനാവശ്യമായ തപശ്ചര്യകൾ, മതാനുഷ്ഠാനങ്ങൾ എന്ന പേരിലുള്ള ആചാരങ്ങൾ എന്നിവ അംഗീകരിക്കുന്നില്ല. ഭക്തിഭരിത സേവനമല്ലാതെ മറ്റൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തില് വേദശാസ്ത്രങ്ങളിൽ പല വിധത്തിലുള്ള മാർഗങ്ങൾ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി നൽകുന്നുണ്ട്. എങ്കിലും ഭഗവാന്റെ ഭക്തന്മാര് ഇതൊരിക്കലും അംഗീകരിക്കുകയില്ല. ഭക്തന്മാർ എന്താണ് അംഗീകരിക്കുന്നത്? ഭക്തിഭരിത ഭഗവത് സേവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഭക്തിഭരിത സേവനമല്ലാതെ മറ്റൊന്നും അവർ സ്വീകരിക്കില്ല. പല മാർഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യോഗങ്ങൾ, തപശ്ചര്യകൾ, മതാനുഷ്ഠാനങ്ങൾ എന്ന പേരിലുള്ള ആചാരങ്ങൾ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇടയ്ക്ക് കുറച്ചു കാലം അതിനൊരു മങ്ങൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം ഇപ്പോൾ വളരെ വളരെ കൂടുതൽ ആൾക്കാർ ക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും അതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ അവരെല്ലാവരും വരുന്നത് മറ്റു പല ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും അതുപോലെ മറ്റു പല പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടുമാണ്. ഇപ്പൊ വേദശാസ്ത്രങ്ങളിലെല്ലാം പലതരത്തിലുള്ള മാർഗങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ട്. പക്ഷെ എന്നാലും യഥാർത്ഥ ഭക്തന്മാര് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവര് മറ്റുള്ളതിനെല്ലാം തിരസ്കരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ശ്രീല പ്രഭുപാദയുടെ ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനം ഈ തത്വം പിന്തുടരുന്നു. നാം സാക്ഷാത്കാരത്തിനായി ഭക്തിയുത സേവനമല്ലാതെ വേറൊരു മാർഗവും അംഗീകരിക്കില്ല. ചിലപ്പോൾ ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും തപസ്സിന്റെയും ധർമ്മത്തിന്റെയും പിന്തുടർച്ചക്കാരായി ആയ വിഭാഗങ്ങൾ ഞങ്ങളെ വിമർശിക്കാറുണ്ട്. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അവരുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾ ഭക്തിയുത തലത്തിൽ മാത്രം നിലകൊള്ളുകയും അതേ തത്വങ്ങൾ ലോകത്തിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സോ കൃഷ്ണാവബോധ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന സംഘടന ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുകയാണ്, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്തി മാർഗത്തിലൂടെ ഭഗവത് സാക്ഷാത്കാരം നേടുകയാണ്. മറ്റ് പല സംഘടനകളും പലതരത്തിൽ ഭഗവത് സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ സംഘടന തീർച്ചയായിട്ടും ഭക്തി മാർഗത്തിലൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീമദ് ഭാഗവത്തിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു മാർഗമാണ് ഈ ഭക്തിയുത സേവനം എന്ന് സ്ഥാപിക്കുന്ന പല ശാസ്ത്രങ്ങളും പല ശ്ലോകങ്ങളും നമ്മൾ കാണാനിടയാണ്. പ്രധാനമായും മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ വർണ്ണിക്കുന്ന കൃഷ്ണവർണം ത്വിസാ കൃഷ്ണം സാംഗോ പാങ്കാശ്വപാശ്വതം യജ്ഞൈ സങ്കീർത്തന പ്രായേർ യജന്തി യസ്സുമേധസഹ. വളരെ ബുദ്ധിയുള്ളവരാണ്. സുമേധസഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ വ്യക്തികൾ ആണ് ഇത് സ്വീകരിക്കുന്നത്. കാരണം മറ്റുള്ളതെല്ലാം വളരെ ഒരു ലോങ് പ്രൊസീജിയറാണ്. ദീർഘകാലത്തെ പ്രയത്നം, അതികഠിനമായ പ്രയത്നം. ശ്രീമദ് ഭാഗവതത്തില് 2-ാമത്തെ സ്കന്ധത്തില് നമ്മള്
ആദ്യ ഭാഗങ്ങളിൽ 1ഉം 2ഉം 3ഉം അധ്യായങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരണങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് അതിൽ വളരെ വിസ്തരമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസംഭവ്യമായിട്ട് തന്നെ നമുക്ക് തോന്നും. അത്ര വളരെ കഠിനമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ധ്യാനിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ ധ്യാനത്തെ കേന്ദ്രീകരിക്കണം. ധ്യാനത്തെ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും 2 ഭാഗങ്ങൾ അവിടെ വിസ്തരിക്കുന്നുണ്ട്. ഒന്ന്, ഭഗവാന്റെ വിശ്വരൂപം അല്ലെങ്കിൽ വിരാട രൂപത്തിനെ ധ്യാനിക്കുകയാണ്. അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു. ആദ്യ പടി എന്ന നിലയിൽ വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു രൂപമാണ് ഭഗവാന്റെ ആ വിരാട രൂപം. അങ്ങനെ വിരാട രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്ന അവസരത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നമ്മളുടെ 2 പുരികത്തിൻ്റെയും നടുഭാഗത്തേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവാന്റെ പരമാത്മാ രൂപത്തിനെ ധ്യാനിക്കണമെന്നും പരമാത്മാ രൂപത്തിൻ്റെ വർണ്ണനയും ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പരമാത്മാ രൂപത്തിൽ ധ്യാനിക്കുന്നതിന് പെർസോണിഫിക്കേഷൻ എന്ന രീതിയിൽ അതിനെ ഒരു തലം ഒരു ലെവല് മുൻപിലേക്ക് കൊണ്ടുവരാൻ മനസ്സിലാക്കാനായിട്ട് ശ്രീമദ് ഭാഗവതം അവിടെ ശ്രമിക്കുന്നുണ്ട്. അവിടെ അതിനെ എന്താണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഭക്തി മിശ്ര യോഗ. ഭക്തി മിശ്ര യോഗ എന്ന ഒരു തലത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പെർഫെക്ഷൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും അഷ്ടാംഗ യോഗമാണെങ്കിലും ഏതൊന്നിനെയും ഭക്തി മിശ്രമാക്കി കഴിഞ്ഞാൽ അത് ഭക്തി ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൽ മാത്രമാണ് നമുക്ക് പെർഫെക്ഷൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം സാധ്യമാക്കുന്നത്, ഭഗവത് ധാമിലേക്ക് പോകുക. നമ്മൾ മനസ്സിലാക്കേണ്ട 5 തരത്തിലുള്ള മോക്ഷം സാധ്യമാണ് എന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. 5 തരത്തിലുള്ള മോക്ഷം. സായുജ്യ, സാരൂപ്യ, സാലോക്യ, സാമീപ്യ, സാർഷ്ടി എന്ന് പറയുന്ന 5 തരത്തിലുള്ള മോക്ഷത്തില് ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രം എത്താൻ സാധിക്കുന്നതാണ് 4. അതിലൊന്ന് സായുജ്യ മുക്തി എന്ന് പറയുന്നത് യോഗ, കർമ്മയോഗ, മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ചെന്നെത്താൻ പറ്റുന്ന മാക്സിമം സ്റ്റേജ് എന്ന് പറയുന്നത് സായുജ്യ മുക്തിയാണ്. സായുജ്യ മുക്തി എന്ന് പറയുമ്പോൾ അതിൽ ഭഗവാന്റെ എന്താ പറയാ ബ്രഹ്മജ്യോതിസിൽ ചെന്ന് ലയിച്ചു ചേരുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു തലത്തിനെയാണ് സായുജ്യ മുക്തി എന്ന് കൊണ്ട് വിശദമാക്കുന്നത്. അപ്പൊ സായുജ്യ മുക്തിയിൽ ഉണ്ടാകുന്ന പോരായ്മ എന്താണ് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മൾ ആത്മാവ് എന്ന അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് എന്ന ഭഗവാനിൽ നിന്ന് ഭിന്ന പ്രകൃതി എന്ന, അതായത് വി ആർ ഓൾറെഡി സെപ്പറേറ്റഡ് ലിവിങ് എൻറ്റിറ്റിയാണ്. ഭഗവാനിൽ നിന്ന് സെപ്പറേറ്റ് ആയ ഒരു ലിവിങ് എൻറ്റിറ്റിയാണ്. അപ്പൊ ഭഗവാന്റെ സർവ്വ ഗുണങ്ങളും നമുക്കുള്ളത് കൊണ്ട് സ്വതന്ത്രത അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം ആസ്വദിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായി, ഭഗവാന് സ്വരാട് എന്ന ഒരു വിശേഷണമുണ്ട്. സ്വരാട് എന്ന് പറഞ്ഞാൽ സർവസ്വതന്ത്രൻ എന്നാണ് അർത്ഥം. അതേ അംശം, ഭഗവാന്റെ അംശം നമ്മളായതുകൊണ്ട് നമുക്കും സ്വാതന്ത്ര്യം ആഘോഷിക്കണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട ഒരു വ്യഗ്രതയുണ്ട്. നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സായുജ്യ മുക്തി എന്ന് പറയുമ്പോൾ അതിലേക്ക് ചെന്ന് ലയിച്ചു ചേരുന്ന ഒരു പ്രവണത ആയതുകൊണ്ട്, ഒരു സ്ഥിതി വിശേഷമായതുകൊണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാകുമ്പോൾ നമുക്ക് അവിടെ അധിക സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വ്യഗ്രത ഇങ്ങനെ
വലുതായിക്കൊണ്ടിരിക്കും. കാരണം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്കെല്ലാവർക്കുമുള്ള ഒരു പ്രവണതയാണ് റിറ്റാലിയേറ്റ് ചെയ്യുക. റിറ്റാലിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ അരുത് എന്ന് പറയുന്നത് ചെയ്യാനാണ് കൂടുതൽ നമുക്ക് ആഗ്രഹം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻക്ലിനേഷൻസ്, നമുക്കൊരു യെസ്, ഒരാൾ നോ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കണം എന്നൊരു, അല്ലെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ടെൻഡൻസി നമ്മളിലുണ്ട്. ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു 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 രോഗി, ഒരു വ്യക്തി ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ശക്തിമാനാകുന്ന ഒരു മരുന്ന് തരണം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ആഗ്രഹം, പ്രത്യേകതരമായ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് ഇത് കഴിക്കുന്ന ഇത് ഇത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർവശക്തനോ, അല്ലെങ്കിൽ എനിത്തിങ് വാട്ടെവർ, മേ ബി വാണ്ട് ടു ബിക്കം ഇമ്മോർട്ടൽ, മരിക്കാൻ പാടില്ല എന്നൊരു ആഗ്രഹമുണ്ട്. അതിന് പറ്റിയ മരുന്ന് എനിക്ക് തരണം എന്ന് ഒരു പേഷ്യൻ്റ് ചെന്ന് ഡോക്ടറുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, ഡോക്ടർ ഒരു ടോണിക് എടുത്ത് കൈ കൊടുത്ത് പറഞ്ഞു, ഇത് കുടിച്ചാൽ മതി. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മരിക്കത്തില്ല. സപ്പോസ് ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഒരിക്കലും മരിക്കത്തില്ല, ഇത് കുടിച്ചാൽ മതി. ഓ, വളരെ സന്തോഷം. എല്ലാം കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇറങ്ങാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ പറഞ്ഞു, ഒരു കാര്യം മാത്രമുണ്ട്. എന്താണ്? അത് കുടിക്കുമ്പോൾ കൊരങ്ങൻ എന്ന് ഓർക്കരുത്. അത് കുടിക്കുമ്പോൾ കൊരങ്ങൻ എന്ന് ഓർക്കരുത്. അത്രേ ഉള്ളൂ, ശരി, നോ പ്രോബ്ലം. അദ്ദേഹം വീട്ടിൽ പോയി. കുടിക്കാൻ കയ്യിലെടുക്കുമ്പോൾ കൊരങ്ങൻ എന്ന് ഓർക്കരുത്, അത് താഴെ വെക്കും. പിറ്റേ ദിവസം കുറച്ച് സമയം കഴിയുമ്പോൾ കുടിക്കാൻ എടുക്കുമ്പോൾ കൊരങ്ങൻ എന്ന് ഓർക്കരുത്. ആ കൊരങ്ങൻ എന്ന് ഓർക്കരുത് എന്ന് അയാൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അയാൾ കൊരങ്ങനെ ഓർക്കത്തില്ലായിരുന്നു. പക്ഷെ കൊരങ്ങൻ എന്ന് ഓർക്കരുത് എന്ന് പറഞ്ഞപ്പോ എപ്പോഴും അയാൾ ആ കൊരങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഐ എം സേയിങ് ദിസ് ഈസ് അവർ മെന്റാലിറ്റി, ദിസ് അവർ ടെൻഡൻസി ഓൾവേസ്. നോ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹം വരും. ഇതിന് റൈറ്റ് എക്സാമ്പിള്, ഞാൻ നേരത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയും ഭഗവത് നാമം പ്രചരിപ്പിക്കാനായിട്ട് കുറച്ച് ചെറുതായിട്ട് പ്രയത്നങ്ങളൊക്കെ ചെയ്തിരുന്നു. നാട്ടിൽ വന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് പായപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആസ് കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് ഈസി ടു പ്രീച്ച് ദെയർ. എല്ലാവരും ദയവ് ചെയ്ത് മ്യൂട്ടിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതൊരു കണക്ഷൻ അൺമ്യൂട്ടാണ്. യെസ്, താങ്ക് യു. അപ്പോൾ അവിടെ പ്രീച്ചിങ് കുറച്ചുകൂടി ഈസി ആണ് എന്ന് തോന്നുന്നു. പക്ഷെ അവിടെ പ്രീച്ച് ചിലം ഡിഫിക്കൽട്ടീസ് ധാരാളം ഉണ്ടില്ലെന്ന്, അത്ര ഈസിയാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ പ്രീച്ച് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറച്ചുകൂടി ഈസി ആണെന്ന്. പക്ഷെ രണ്ട് റീസൺസ് ഞാൻ അതിൽ കാണുന്നു. അതിലൊന്ന്, നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല. അതായത് അവിടെയുള്ള എന്താ പറയുക, പ്രവാസികളായിട്ടുള്ള നാട്ടുകാർ, നമ്മുടെ മലയാളികളാണെങ്കിലും ഇന്ത്യൻസൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ അവർക്കൊന്നും മറ്റ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും പല സമയങ്ങളിൽ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചകളിൽ നമ്മുടെ സത്സംഗത്തിൽ ആൾ വരില്ല. 10, 40, 45 ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് 10, 20, 25 പേരായിട്ട് മാറും. 10, 20 പേര് കാണത്തില്ല. കാരണം കല്യാണം, പുളികുടി, ഗൃഹപ്രവേശം, അല്ലെങ്കിൽ ആരുടെയും മരണം, അല്ലെങ്കിൽ അവരുടെ അടിയന്തരം സഞ്ചയനം, ഇങ്ങനെ പറഞ്ഞ് പല സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കാരണം നമുക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് വൺ റീസൺ. അവിടെ ആകുമ്പോൾ അതൊന്നുമില്ല, ആരുടെയും കല്യാണവും ഇല്ല. മരണം ചിലപ്പോൾ ഒക്കെ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കും. ചിലപ്പോൾ അതും പോയിട്ട് കാര്യമില്ല, കാണാനൊന്നും പറ്റത്തില്ല. കാരണം അത് മരിച്ച ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ മോർച്ചറി കൊണ്ടുവെക്കും. പിന്നെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ പോയി കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് ഒരു റീസൺ. സോ അതുകൊണ്ട് എന്തായി, വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ദേ വാണ്ട് സം എൻഗേജ്മെന്റ്, എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണം. സോ ദേ വിൽ കം ടു ഫോർ അവർ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രോഗ്രാം. അങ്ങനെ പ്രീച്ച് ചെയ്ത് ഫിലോസഫി ഇഷ്ടപ്പെട്ട് ദേ വിൽ ഗ്രാജുവലി ഡെവലപ്പ് ദ ടേസ്റ്റ് ഓഫ് ഡിവോഷൻ ആൻഡ് ദെൻ ഗ്രാജുവലി ഡെഫിനറ്റ്ലി ദേ വിൽ കം. അപ്പൊ അതൊരു റീസൺ ആണ്. പക്ഷെ സെക്കൻഡ് ബട്ട് ഫോർമോസ്റ്റ്, ഏറ്റവും പ്രധാനമായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ നിയമം നമ്മളുടെ ഭക്തി മാർഗങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദമില്ല. അവിടുത്തെ നിയമപ്രകാരം, അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരിക്കലും അനുവാദമില്ല.
അങ്ങനെ അനുവാദം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, എന്നാൽ ഞാനത് ചെയ്യും. സോ ദിസ് ഇസ് കോൾഡ് റിറ്റാലിയേഷൻ. നമുക്കൊരു റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് സായുജ്യ മുക്തിയെ കുറിച്ച് പറയുമ്പോൾ, സായുജ്യ മുക്തിയിൽ നമ്മൾ അതിലേക്ക് ചെന്ന് മേർജ് ചെയ്യുമ്പോൾ, നദിയിലെ വെള്ളം ചെന്ന് കടലിലേക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ then there's no more river water, it's already transformed into sea water. കടൽ വെള്ളമായിട്ട് മാറി, ഉപ്പ് രസമുള്ള വെള്ളമായി മാറി. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം there are some technologies that we can purify the water, that's different case. പക്ഷേ എന്നാലും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ സായുജ്യ മുക്തിയിൽ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന ആത്മാവ് ചെന്ന് ബ്രഹ്മജ്യോതിസിലേക്ക് ചെന്ന് ലയിച്ചു കഴിഞ്ഞാൽ then though we are not losing our individuality, we will not be able to enjoy our independence also at the same time. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ നഷ്ടപ്പെടുന്നില്ല, ബിക്കോസ് വി ആർ ദെയർ. അതിൽ മേർജ് ആകുന്നില്ല, പക്ഷെ എന്നാൽ അതിൽ ഒന്നായി ഇരിക്കുന്നു. പക്ഷെ അവിടെയുള്ള സംഭവം എന്താണ്? നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതെയും എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ആനന്ദിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയും കൂടാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ജയിലിലൊക്കെ പലതരത്തിലുള്ള ഈ ജയിൽ അറകളുണ്ട്. ഗൾഫ് റീജിയനിലൊക്കെ കഠിനമായ ശിക്ഷ, അതായത് ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഡ്രഗ് സെയില്, പിന്നെ അതുപോലെ അവിടുത്തെ രാജ്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൊലപാതകം, ചില ഹൈ ലെവലിലുള്ള ക്രിമിനൽസിനെയൊക്കെ കൊണ്ടിട്ടിട്ട് കിടക്കാനേ പറ്റത്തുള്ളൂ. കഴിക്കുന്നതും കിടന്നുകൊണ്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ദേ കനോട്ട് സ്റ്റാൻഡ് ഓർ ദേ കനോട്ട് ടേൺ, ദേ കനോട്ട്. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും. അപ്പൊ അതേ ഒരു അവസ്ഥയാണ് ബ്രഹ്മജ്യോതിസിൽ ചെന്ന് ലയിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് വി വിൽ വാണ്ട് ടു കം ഔട്ട്. നമുക്ക് തിരിച്ച് വെളിയിൽ വരണം എന്ന ഒരു ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. ഐ വോണ്ട് ടു കം ഔട്ട് ഓഫ് ദിസ് സംഹൗ. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക് ഓഫ് എന്താണ് ആ മുക്തിയുടെ സായുജ്യ മുക്തി. സായുജ്യ മുക്തിയുടെ ഒരു ഡ്രോബാക്ക് അതാണ്. സോ എന്നാൽ മറ്റ് 4 തരത്തിലുള്ള മുക്തി, സാരൂപ്യ, സാമീപ്യ, സാലോക്യ, സാഷ്ടി എന്ന് പറഞ്ഞത് നേടണമെങ്കിൽ only devotional service can give that type of muktis. അപ്പൊ അതിന് ഒരു ഭക്തൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള മുക്തിയുമാണ്. അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ we have to perform devotional service. ഭഗവത് സേവനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ആ മാർഗമാണ് അദ്വൈതാചാര്യ നവദ്വീപിൽ ഉണ്ടായിരുന്ന ഭക്തഗണങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. സോ ഹി വാസ് പ്രിപ്പയറിംഗ് ഫോർ ദ അഡ്വെന്റ് ഓഫ് ദ ലോർഡ്. സോ ദാറ്റ് ഈസ് കമ്മിങ്. നമ്മൾ അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ നമുക്ക് സാധിക്കും. ശ്ലോകം നമ്പർ 66. താൻ രസംഗേ ആനന്ദകാരെ വൈഷ്ണവേര ഗണ കൃഷ്ണ കഥ കൃഷ്ണ പൂജ നാമ സങ്കീർത്തന. അദ്വൈതാചാര്യന്റെ ഭവനത്തിൽ ഒത്തുചേർന്ന വൈഷ്ണവർ കൃഷ്ണകഥ, കൃഷ്ണ പൂജ, കൃഷ്ണനാമ സങ്കീർത്തനം എന്നിവയിലൂടെ സദാ ആനന്ദിച്ചു. ഈ ശിലപ്രഭുപാദരുടെ ഭാവാർത്ഥം. ഈ തത്വങ്ങളിൽ മാത്രമാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുകയും കൃഷ്ണനെ ആരാധിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വ്യവഹാരവുമില്ല. ഇതാണ് യഥാർത്ഥ കൃഷ്ണ കോൺഷ്യസ്നസ്. നത്തിങ് സെപ്പറേറ്റ് ഫ്രം കൃഷ്ണ. ഭഗവാനിൽ നിന്ന് വേറിട്ട് മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധ വ്യക്തി എന്ന് അറിയപ്പെടുന്നു. അതിനുള്ളൊരു പ്രാക്ടീസാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഏത് സമയവും ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇരിക്കുക. സോ നമ്മൾ പല ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഭക്തിവിനോദ് ഠാക്കൂർ, ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ എപ്പോഴും പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. സോ ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ഒരിക്കലും ഭഗവാനെ മറക്കാതിരിക്കുക എന്ന തത്വത്തിലാണ് നമ്മളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനം സ്ഥിതി കൊള്ളുന്നത് തന്നെ. കിന്തു സർവലോക ദേഖി കൃഷ്ണ ബഹിർമുഖ വിഷയേന നിമഗ്ന ലോക ദേഖി പായ ദുഃഖ. സോ ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 66ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടത് അദ്വൈതാചാര്യൻ അവിടെ പൂജാതി കാര്യങ്ങൾ, അവിടെ സത്സംഗങ്ങൾ, കൃഷ്ണകഥയും കൃഷ്ണ
പൂജയും കൃഷ്ണ നാമസങ്കീർത്തനവും ഒക്കെ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടിരിക്കുന്ന ഇതായിട്ടാണ് നമ്മൾ അദ്വൈതാചാര്യന്റെ 66-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കാണുന്നത്. 67-ാമത്തെ ശ്ലോകം ആകുമ്പോൾ 67 മുതൽ 69, 67, 68, 69 എന്നീ ശ്ലോകങ്ങളില് അദ്വൈതാചാര്യ ഫീൽസ് പെയിൻ. അദ്വൈതാചാര്യന് വേദന ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്നത്? അതാണ് പറയുന്നത്, കിന്തു സർവലോക ദേഖി കൃഷ്ണ ബഹിർമുഖ വിഷയേ നിമഗ്ന ലോക ദേഖി പായ ദുഃഖ. എന്നാൽ കൃഷ്ണാവബോധമില്ലാത്ത ജനങ്ങൾ ഭൗതികമായ ഇന്ദ്രിയ ആസ്വാദനത്തിൽ മുഴുകി കഴിയുന്നത് കണ്ട അദ്വൈതാചാര്യൻ ദുഃഖിതനായി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയുടെ: ഒരു യഥാർത്ഥ കൃഷ്ണഭക്തൻ എല്ലായ്പ്പോഴും ലോകത്തിന്റെ പതിതാവസ്ഥ കണ്ട് വേദനിക്കുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പതിവായി ഇങ്ങനെ പറയുമായിരുന്നു, ഈ ലോകത്തിൽ ഒന്നിനും ക്ഷാമമില്ല, ക്ഷാമമുള്ളത് കൃഷ്ണാവബോധത്തിന് മാത്രമാണ്. എല്ലാ പരിശുദ്ധ ഭക്തന്മാരുടെയും കാഴ്ചപ്പാട് അതാണ്. മനുഷ്യ സമൂഹത്തിൽ കൃഷ്ണാവബോധത്തിന്റെ അഭാവം മൂലം ജനങ്ങൾ അജ്ഞാനത്തിന്റെയും ഇന്ദ്രിയ സുഖത്തിന്റെയും സമുദ്രത്തിൽ മുങ്ങിത്താഴ്ന്ന് ഭീകരമായി ക്ലേശിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ഭക്തൻ ലോകത്തിന്റെ ഈ സ്ഥിതിയിൽ വളരെയധികം ദുഃഖിക്കുന്നു. ഇവിടെ ഇപ്പോൾ അദ്വൈതാചാര്യൻ ഭൗതിക ലോകത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന സർവ ജീവനെയും അവരുടെ കറണ്ട് സ്ഥിതി, കറണ്ട് സിറ്റുവേഷൻ കണ്ട് വളരെ ദുഃഖിതനാവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞ ആ വാക്കുകൾ ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു. There is no scarcity in this world. ഒന്നിന്റെയും ഒരു കുറവ് ഈ ഭൗതിക ലോകത്തിൽ ഇല്ല. കുറവുള്ളത് ഒന്ന് മാത്രം. എന്താണ്? കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തിന്റെ കുറവ് മാത്രമാണ് നമുക്ക് ഇന്ന് ലോകത്തിലുള്ളത് എന്നാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞത്. ആ ഒരു കുറവ്, അത് വലിയൊരു കുറവ് തന്നെയാണ്. അത് സർവജീവാത്മാവിനും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് കൃഷ്ണാവബോധത്തിന്റെ അഭാവം. ഹരേ കൃഷ്ണ. സൗണ്ട് കേൾക്കുന്നില്ലേ? അത് അവിടെ മാത്രമേ ഉണ്ടാവോ, അതോ എല്ലാവർക്കും സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എനിക്ക് ഒരു മെസ്സേജ് കിട്ടി, സൗണ്ട് കേൾക്കുന്നില്ല. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് പ്രഭു, കുറച്ച് വിട്ട് കേൾക്കുന്നു പ്രഭു. അതെയോ? ഹരേ കൃഷ്ണ. പ്രഭു കുറച്ച് വിട്ട് കേക്ക്. ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഞാനൊന്നും ചെയ്തില്ല. മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കാം. അതെ പ്രഭു, നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നെറ്റ്വർക്ക് ഈസ് ഷോയിങ് കറക്റ്റ്. കുഴപ്പമൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ക്ലൈമാറ്റിക് കണ്ടീഷൻ കൊണ്ടായിരിക്കാം. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. അങ്ങനെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്, കൃഷ്ണാവബോധത്തിന്റെ കുറവ് മാത്രമാണ് ഈ ലോകത്തിലുള്ളത്. ആ കുറവ് ഏറ്റവും വലിയൊരു കുറവുമാണ് എന്നും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നു. അപ്പൊ നമ്മള് ഇത് പറയുമ്പോൾ ഒരു മനോഹരമായ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. സാക്ഷാൽ ബ്രഹ്മദേവന് ഈ പ്രപഞ്ചത്തെ ഒക്കെ സൃഷ്ടിച്ചു. തീരെ കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രഭു, ഒരു കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടല്ലോ, അവിടെ മാത്രമാണോന്ന് അറിയില്ല. അപ്പൊ ചിലപ്പം വേറെ ആ കണക്ഷൻ, അവിടുത്തെ കണക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, കേൾക്കുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പം അവിടുത്തെ കണക്ഷന്റെ പ്രശ്നമായിരിക്കും. ആ മെസ്സേജ് അയച്ച മാതാജിക്ക് അവിടുന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. സോ അപ്പോ ഭഗവാന്റെ ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് പുനഃസൃഷ്ടിക്കുള്ള അല്ലെങ്കിൽ വിസർഗത്തിനുള്ള അവകാശവും ശക്തിയും എല്ലാം പ്രദാനം ചെയ്ത് ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാൻ പ്രത്യക്ഷനായപ്പോ ഭഗവാൻ ബ്രഹ്മദേവനോട് ചോദിച്ചു, എന്താണ് നിന്റെ ഈ വിഷമത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ തിരിച്ചു പറഞ്ഞ മറുപടിയാണ്, ഭഗവാനെ, എല്ലാ ജീവാത്മാക്കളെയും കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടി ചെയ്യാനുള്ള അവകാശമാണോ അങ്ങ് എനിക്ക് തന്നത്? ഹരേ കൃഷ്ണ. അപ്പോ ബ്രഹ്മദേവൻ ഭഗവാനോട് ചോദിച്ച ചോദ്യം എന്താണ്? ഈ ഭൗതിക പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിക്കാൻ അങ്ങ് എന്നോട് പറഞ്ഞു. ഞാൻ സൃഷ്ടിച്ചു. ജീവാത്മാക്കളെല്ലാം വരുന്നു. മനുഷ്യ ശരീരം അല്ലെങ്കിൽ പലതരത്തിലുള്ള ശരീരങ്ങൾ എടുത്ത് അവർ ജീവിക്കുന്നു ലോകത്തിൽ. പക്ഷേ
അവരെല്ലാവരും ഇത്രയും ദുഃഖത്തിൽ ആകും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സൃഷ്ടി നടത്താനാണോ അങ്ങ് എനിക്ക് ദൗത്യമായി തന്നത്, എനിക്ക് ഡ്യൂട്ടി ആയിട്ട് എനിക്ക് തന്നത്? ഇതെനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഭഗവാനെ എന്ന് ഭഗവാനോട് ബ്രഹ്മദേവൻ പറഞ്ഞു. മ്യൂട്ടിലിരിക്കാമോ ഐശ്വര്യ മാതാജി? മാതാജി അൺമ്യൂട്ട് ആയി. അപ്പൊ അവിടെ നിന്ന് എന്തോ ചെറിയ ശബ്ദം ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഹരേ കൃഷ്ണ. ശരി പ്രഭു, സോറി പ്രഭു, സോറി. ഓക്കെ, നോ പ്രോബ്ലം. അവിടെ ചെറിയ സൗണ്ട് എല്ലാം ഡിസ്റ്റർബൻസ് ആവുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ മതി. അപ്പൊ അങ്ങനെ ഭഗവാനോട് ബ്രഹ്മദേവൻ അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ഈ വിഷമത്തിന് ഒരു അറുതി വരുത്താനായി ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നതാണ്, നീലക്കടലിന് അരികിൽ നീല പർവ്വതത്തിന് ഓക്കെ, താങ്ക് യു മാതാജി. ഇപ്പൊ നീല സാഗരത്തിന് തടത്തിൽ നീല പർവ്വതത്തിന് മുകളിൽ നീല മാധവനായി ഞാൻ വാഴുമ്പോൾ ആ ക്ഷേത്രത്തിൽ വന്ന് ആരൊക്കെ ദർശനമെടുക്കുന്നോ അവർക്കെല്ലാം ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്നാണ്. नील सागर के तट पर नीलाचल पर्वत के ऊपर नील माधव के रूप में मैं जब आविर्भाव लूंगा, उस आविर्भाव पर दर्शन करने वाले को इससे मुक्ति मिलेगा. ഇതായിരുന്നു ഭഗവാന്റെ മറുപടി ബ്രഹ്മദേവനോട്. അതേതാണ് സ്ഥാനം? ജഗന്നാഥ് പുരി. ഇപ്പൊ ജഗന്നാഥൻ അവതരിച്ചു വന്നത്, അല്ലെങ്കിൽ ഭഗവാൻ ജഗന്നാഥന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ വാഴുന്ന അല്ലെങ്കിൽ വസിക്കുന്നവർക്ക് അവരുടെ ദുഃഖത്തിന് ഒരു അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജഗന്നാഥൻ അവതരിച്ചത്. അതേ ജഗന്നാഥനെയാണ് മഹാപ്രഭുവും ചെന്ന് ആകർഷ്ടനായിട്ട് അവിടെ 18 വർഷം ഭഗവാനെ ദർശിക്കുകയും ഭഗവാനെ അടുത്ത് വാഴുകയും ചെയ്തത്. അപ്പോ ഇതേ ഭാവമാണ് ബ്രഹ്മദേവനുണ്ടായ അതേ ഭാവമാണ് ഇവിടെ അദ്വൈതാചാര്യന് ഉണ്ടാകുന്നത്. അദ്വൈതാചാര്യർ അതേ വിഷമം ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വാഴുന്ന എല്ലാവർക്കും ഇത്രയും ദുഃഖം അനുഭവിക്കുന്നല്ലോ എന്ന് കണ്ട അദ്വൈതാചാര്യൻ എന്ത് ചെയ്യാൻ പോവുകയാണ് നമുക്ക് നോക്കാം. 68-ലും 69 വരെയും ആ വേദനയെ കുറിച്ചാണ്. ലോകേര നിസ്താര ഹേതു കരേന ചിന്തന ലോകത്തിന്റെ ഈ അവസ്ഥ കണ്ട അവിടുന്ന് ജനങ്ങളെ എങ്ങനെ മായയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഗൗരവപൂർവം ചിന്തിക്കാൻ തുടങ്ങി. സോ ഇതിനെന്താണ് ഒരു മാർഗം? യെസ്, ഐ എം റിയലൈസിങ് ദാറ്റ് എവ്രിബഡി ഈസ് സഫറിങ് എ ലോട്ട്. എല്ലാവർക്കും വളരെ വിഷമമായ സന്ദർഭത്തിൽ കൂടിയാണ്, സംഘടനകളിൽ കൂടി കടന്നു പോകുന്നു. സോ ഹൗ ക്യാൻ ഐ സേവ് ദം? എല്ലാവരും എങ്ങനെ എനിക്ക് അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം വളരെ ഗഹനമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. കൃഷ്ണ അവതാരി കരേന ഭക്തിരവിസ്താര തബേത സകല ലോകേര ഹൈബ നിസ്താര. അദ്വൈതാചാര്യൻ ചിന്തിച്ചു, ഭക്തി സമ്പ്രദായം വിതരണം ചെയ്യുന്നതിന് കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനായാൽ മാത്രമേ എല്ലാ ജനങ്ങളുടെയും മോചനം സാധ്യമാവുകയുള്ളൂ. ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ വിടുവിക്കാൻ ഭരണത്തിന്റെ മുഖ്യ സർവ നിർവഹരണാധികാരിയായ പ്രസിഡന്റിന്റെയോ രാജാവിന്റെയോ പ്രത്യേക ആനുകൂല്യത്തിന് മാത്രമേ കഴിയൂ എന്നതുപോലെ കലിയുഗത്തിലെ ശിക്ഷിക്കപ്പെട്ട ജനങ്ങളെ മോചിപ്പിക്കാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോ അല്ലെങ്കിൽ അതിനായി അവിടുന്ന് പ്രത്യേകം അധികാരപ്പെടുത്തുന്ന വ്യക്തിക്കോ മാത്രമേ കഴിയൂ. ഈ യുഗത്തിലെ പതിതരായ ആത്മാക്കളെ മോചിപ്പിക്കാൻ ഭഗവാൻ സ്വയം അവതരിക്കണമെന്ന് അദ്വൈത പ്രഭു ആഗ്രഹിച്ചു. അങ്ങനെ അദ്വൈതാചാര്യന്റെ തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ either the Lord himself has to come or he has to depute someone for that special purpose. അങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ അദ്വൈതാചാര്യ എത്തിയപ്പോ മനസ്സിലായി, ഇനി കൃഷ്ണനെ കൊണ്ടുവരിക തന്നെയാണ്
ഒരു ഉപായം എന്ന് മനസ്സിലാക്കിയ അദ്വൈതാചാര്യൻ ഇനി ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അദ്വൈതാചാര്യ ചെയ്തത്? കൃഷ്ണ അവതാരീതേ ആചാര്യ പ്രതിജ്ഞ കരിയ, കൃഷ്ണ പൂജ കരേ തുളസി ഗംഗാ ജലദിയ. ഈ ചിന്തയോടെ അദ്വൈതാചാര്യൻ കൃഷ്ണന്റെ അവതാരത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധതയായി കൃഷ്ണ ഭഗവാനെ തുളസീദളങ്ങളും ഗംഗാജലവും അർപ്പിച്ച് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ മഹാപ്രഭുവിനെ ഭഗവാൻ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ അദ്വൈതാചാര്യൻ ഭഗവാൻ കൃഷ്ണന് സാലിഗ്രാം ശിലയ്ക്ക് തുളസീദളവും ഗംഗാജലവും അർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഭാവാർത്ഥം ശില പ്രഭുപാദരെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കുന്നതിന് തുളസീദളങ്ങളും ഗംഗാജലവും കഴിയുമെങ്കിൽ അല്പം ചന്ദനക്കുഴമ്പും പര്യാപ്തമായ അനുസാരികളാണ്. ഒരു മിനിറ്റ്. അല്പം ചന്ദനക്കുഴമ്പും പര്യാപ്തമായ അനുസാരികളാണ്. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, അത് ഞാൻ സ്വീകരിക്കും. ഈ തത്വം പിന്തുടർന്ന് അദ്വൈത പ്രഭു ഭഗവാൻ കൃഷ്ണനെ തുളസീദളങ്ങളും ഗംഗാജലവും കൊണ്ട് സംപ്രീതനാക്കി. അങ്ങനെ ഭഗവത്ഗീതയിൽ പറഞ്ഞ ആ ശ്ലോകത്തിനനുസരിച്ച് പത്രവും ജലവും നൽകിക്കൊണ്ട് ഭഗവാനെ സംപ്രീതിപ്പെടുത്താൻ അദ്വൈതാചാര്യ അങ്ങനെ പറഞ്ഞ എന്താണ്? ഈ ചിന്തയോടെ അദ്വൈതാചാര്യൻ കൃഷ്ണന്റെ അവതാരത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനായിട്ട് കൃഷ്ണ അവതാരീരെ ആചാര്യ പ്രതിജ്ഞ കരിയ, ഇട്ടേക്ക് എ വോവ്, ഒരു ദൃഢപ്രതിജ്ഞയാണ് അദ്ദേഹം എടുത്തത്. യെസ്, എനിക്ക് കാരണം ഈ ഒരു മാർഗമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഐദർ ദ ലോർഡ് ഹിംസെൽഫ് ഹാസ് ടു കം ഓർ ഹി ഹാസ് ടു സെൻഡ് സം പേഴ്സണൽ അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഡെപ്യൂട്ട് ചെയ്ത ആരെങ്കിലും ഇതിനു വേണ്ടി അയച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ ഭൗതികതയിൽ കിടന്ന് കറങ്ങുന്നവരെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് അദ്വൈതാചാര്യൻ മനസ്സിലായിട്ട് ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി അദ്വൈതാചാര്യൻ സ്റ്റാർട്ടഡ് വർഷിപ്പിംഗ്. അതെന്താണ് അതിൽ കാണിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് 6 ഉപദേശാമൃതത്തിൽ പറയുന്ന 6 ഭക്തിയെ വളർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ഉത്സാഹവും ദൃഢതയാണ്, ദൃഢമായിട്ടുള്ള നിശ്ചയമാണ്. ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ഈ 3 കാര്യങ്ങൾ, അത് 3 ഉണ്ടെങ്കിൽ അവിടെ അദ്വൈതാചാര്യനും പ്രകടിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം ആ ഒരു തീരുമാനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇറ്റ്സ് നോട്ട് എ 1 day 2 day prayer. ഒരു ദിവസമോ 2 ദിവസമോ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വരില്ല. He has to consecutively so many days continuously he has to worship. അതാണ് ദൃഢപ്രതിജ്ഞ എന്ന് അവിടെ പ്രത്യേകം ഉപയോഗിക്കാൻ കാരണം. He has to worship for so many days. കുറേ നാളുകൾ ആ പൂജ, അതേ കാര്യങ്ങൾ അതേപോലെ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് സിമ്പിൾ വേ ആണ്. The way is simple, but practice is not simple. The simplest way ആണ്, simple way എന്നല്ല. കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സിംപ്ലസ്റ്റ് വേ ആണ്. നാമജപവും ഭഗവത് സേവനവും ഭക്തന്മാരെ സേവിക്കുക മാത്രം മതി. ബട്ട് the process is not simple. It is simple for simple people because we are not simple people, we are complicated people. അപ്പോ അദ്വൈതാചാര്യൻ ചെയ്യുന്നത് സിമ്പിൾ വേ ആണ് എങ്കിലും he succeeded because he has dedicated for that. He was doing it as a dedication. അത്രയും ദുഃഖം മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുഃഖം അദ്ദേഹം സ്വന്തം ദുഃഖമായി കരുതിക്കൊണ്ട് ആ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്തത് കൊണ്ടാണ് he could succeed in this attempt. അതേ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ നമ്മളും പ്രവർത്തിക്കണം എന്നൊരു ഉപദേശം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. സിമ്പിൾ ആണ്, യെസ്, ഓക്കെ, സിമ്പിൾ, ജസ്റ്റ് ജപം കൊണ്ട് കാണുന്നു. നോ, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ്സ് വെരി ഹാർഡ്. പ്രോസസ് ഈസ് സിമ്പിൾ, പ്രാക്ടീസ് ഈസ് ഡിഫിക്കൽട്ട്. പ്രാക്ടീസ് അതേപോലെ തന്നെ ശ്രദ്ധയോടുകൂടിയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഭഗവാൻ അദ്വൈതാചാര്യൻ അങ്ങനെ ആ വേദനയോടുകൂടി
അദ്ദേഹം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആണ് 70 മുതൽ 71 വരെ ശ്ലോകങ്ങളിൽ നമുക്ക് അതാണ് കാണിക്കുന്നത്. 70ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, കൃഷ്ണ അവതാരീതേ ആചാര്യ പ്രതിജ്ഞാകാരിയ കൃഷ്ണ പൂജാകാരേ തുളസി ഗംഗാജലദീയ. തുളസീദളവും ഗംഗാജലവും നൽകിക്കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് സാലിഗ്രാം ശിലയ്ക്ക് അദ്ദേഹം പൂജ ചെയ്യുകയാണ് ചെയ്തത്. കൃഷ്ണേര ആഹ്വാനകാരേ സംഘന ഹുങ്കാര ഹുങ്കാരേ ആകൃഷ്ട ഹൈല വ്രജേന്ദ്ര കുമാര. അവിടുന്ന് ഉച്ചത്തിൽ വിലപിച്ചുകൊണ്ട് കൃഷ്ണനോട് പ്രത്യക്ഷനാകാൻ ആഹ്വാനം ചെയ്തു. ആവർത്തിച്ചുള്ള ഈ ക്ഷണം കൃഷ്ണനെ ആകർഷിക്കുകയും അവതരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സോ he was attracted by the prayers of Advaita Acharya. കാരണം his pain was sincere. ഒറിജിനലി അദ്ദേഹം അത്ര ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു. അത്രയധികം അദ്ദേഹത്തിന് വേദന ഹൃദയത്തിൽ ഉണ്ടായി. That is why Krishna was ready to come. അല്ലെങ്കിൽ nobody can force Krishna. Of course, Krishna's will is totally his desire whether to come or not. So അവിടെയും ഒരു ഭക്തന്റെ റെക്കമെൻഡേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഗജേന്ദ്ര മോക്ഷത്തില് അംബരീഷ് മഹാരാജാവിന്റെ പ്രാർത്ഥന, ഗജേന്ദ്ര മോക്ഷത്തില് അംബരീഷ് മഹാരാജാവിന്റെ പ്രാർത്ഥനയില് ഭഗവാൻ പറയുന്നത് എന്താണ്? നമ്മുടെ ദുർവാസ മുനി മഹാദേവന്റെ അടുത്തും ബ്രഹ്മദേവന്റെ അടുത്തും പോയിട്ട് അവിടെ നിന്ന് രണ്ടിടത്തും രക്ഷയില്ലാതെ അവസാനം സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് തന്നെ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിക്കുമ്പോ എന്താണ് പറയുന്നത്? വാട്ട് കൃഷ്ണ സേവ്, പ്ലീസ് സേവ് മീ, ദിസ് വെപ്പൺ ഈസ് യുവേഴ്സ്. ഈ സുദർശന ചക്രം അങ്ങയുടെ സുദർശന ചക്രമാണ്, പ്ലീസ് സേവ് മീ. അപ്പോഴാ ഭഗവാൻ കയ്യിലോട്ട് തോന്നുന്നു, അയ്യോ എന്റെ സുദർശനം പോയോ, എവിടെ പോയി, ഞാൻ കണ്ടില്ല. He says, I didn't know that it has gone out from my hand. എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. That time Krishna says, Aham bhakta paradhino. So I am totally indebted to my devotees. So I don't know whether the Sudarshana Chakra left me and went away. Sorry, Kshemya. ഹരേ കൃഷ്ണ, ക്ഷമിക്ക്, കുറച്ച് കഫം ഡിസ്റ്റർബ് ചെയ്യുന്നു. സോ ഈ സുദർശന ചക്രം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. I was unaware of this incident. Because അതിന് കാരണം എന്താണ് ഭഗവാൻ പറയുന്നത്? അഹം ഭക്ത പരാധീനോ. I am totally indebted to my devotees. അതിനകത്തില് I'll take that full shloka. Let me just anybody knows the full shloka? Aham bhakta paradhino hya swatantra. Let me just take it 1 minute. So Krishna മുമ്പ് പറഞ്ഞ പോലെ one of Krishna's quality is completely swarad, is swatantra. Is completely free, is completely swatantra. Hare Krishna, 1 second. Okay, he is completely swarad. Swarad means he is completely free. പക്ഷെ ഇവിടെ അടുത്ത ലൈനിൽ ഈ ശ്ലോകം പറയുന്നത് ശ്രീ ഭഗവാൻ ഉവാച അഹം ഭക്ത പരാധീനോ ഹ്യ സ്വതന്ത്ര ഇവ ദ്വിജ. I am not സ്വതന്ത്ര, I am not independent. He is saying very clearly, അല്ലയോ ബ്രാഹ്മണ, ഞാൻ സ്വതന്ത്രനല്ല. ഹ്യ സ്വതന്ത്ര ഇവ ദ്വിജ. അല്ലയോ ബ്രാഹ്മണ, ഞാൻ സ്വതന്ത്രനല്ല. സാധുഭിർ ഗ്രസ്ത ഹൃദയോ. I reside in the heart of my devotees. Bhaktair bhakta janapriya. I'm more indebted to the devotees of my devotees. എന്റെ ഭക്തന്മാരുടെ ഭക്തന്മാരിലാണ് ഞാൻ കൂടുതൽ ആകൃഷ്ടനായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിയനായിരിക്കുന്നത്. ഭക്തന്മാരത് മാത്രമല്ല, ഭക്തരുടെ ഭക്തനാണ് എനിക്ക് അതിനെക്കാട്ടി. സോ ഇവിടെ പറയുന്ന ഹ്യ സ്വതന്ത്ര അസ്വതന്ത്രത. I'm not independent. Means I'm indebted, അല്ലെങ്കിൽ I'm controlled by. Is already known to be
സ്വരാട്. ബട്ട് ഹിയർ ഇറ്റ് സേസ്, ഇവിടെ പറയുന്നു ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ പിടിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ സംബഡി എൽസ്. അസ്വതന്ത്ര ഇവ ദ്വിജ സാധുഭിർഗ്രസ്ത ഹൃദയോ. അത് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. സാധുഭിർഗ്രസ്ത ഹൃദയോ. മാതാജി ഒന്ന് മ്യൂട്ടിലിരിക്കോ? സാവിത്രി മാതാജി ദേവിയത് എന്തിനാണ് മ്യൂട്ട് ചെയ്യുന്നത്? മാതാജി മ്യൂട്ടിൽ ഇരുന്നാട്ടെ, മ്യൂട്ട് ആക്കിയാട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലീസ് ഡു ദാറ്റ്. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി ദയവ് ചെയ്ത് മ്യൂട്ടിൽ ഇരുന്നാട്ടെ, അറിയില്ലായിരിക്കും. സോ ഇവിടെ പറയുന്നത് അവിടെ പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്രസ്ത ഹൃദയോ, സാധുബിർ ഗ്രസ്ത ഹൃദയോ എന്നാണ് പറയുന്നത്. സോ ഐ റിസൈഡ് ഇൻ ദെയർ ഹാർട്ട്. ഈ ശ്ലോകത്തിൽ തൊട്ടടുത്ത ശ്ലോകം അതിലേക്കാട്ട് മനോഹരമാണ്. ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ദാറ്റ്. ശ്രീമദ് ഭാഗവത്തില് എന്താണ്? അഹം പരാധീനോ. സോ 9th canto 4th chapter 63rd വേഴ്സിലാണ് ഇത് പറയുന്നത്. ശ്രീ ഭഗവാൻ ഉവാച അഹം ഭക്ത പരാധീനോ. അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകമുണ്ട്. 64th ശ്ലോകയിൽ പറയുന്നു നാഹം ആത്മാനം ആശ്വസേ മത് ഭക്ത സാധുബിർ വിന ശ്രിയം ചാത്യന്തികം ബ്രഹ്മൺ യേശാം ഗതിർ അഹം പര. I think it's the next shloka. That is previous shloka of that shloka. 1 second. Yes. What issue is that? ഒരു മിനിറ്റ്. ഒരു മനോഹരമായ ശ്ലോകമുണ്ട്. സാധവോ ഹൃദയം മന്യേ. ഒരു മിനിറ്റ്. സാധവോ ഹൃദയം. Yes, 968. Yes, I took 66. 68th ശ്ലോകമാണ്. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മത് അന്യത്തെ ന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം. I reside in their heart and they reside in my heart. So ഇതുകൊണ്ടാണ് ഒരു ഭക്തനെ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം നമ്മളൊരു ഭക്തനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ റിസൈഡ്സ് ഇൻ ഹിസ് ഹാർട്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. സോ നമ്മൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ ഇറ്റ് പെയിൻസ് കൃഷ്ണ. ദാറ്റ് പെയിൻസ് കൃഷ്ണ ഹിംസെൽഫ്. ഭഗവാനെ അത് വേദനിപ്പിക്കുന്നു. ഭഗവാന് വേദന കാരണമായാൽ then it is very difficult that it will cause bad impact on us. അത് നമുക്ക് ചീത്തയായിട്ട് സംഭവിക്കും. So this is very valid, very important. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ് സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം. ഞാൻ ഭക്തന്റെ ഹൃദയത്തിലും ഭക്തൻ എൻ്റെ ഹൃദയത്തിലും വസിക്കുന്നത് കൊണ്ട്. So Krishna resides in devotees heart. So devoteesന് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് കാരണമാണ് ദുർവാസ മുനിയുടെ തീ ഭീകരനെ വധിക്കാനായി സുദർശന ചക്രം സ്വന്തം കയ്യിൽ നിന്ന് ഭഗവാൻ പോലും അറിയാതെ പോയത്. So what Krishna says, go and ask pardon, beg pardon from the one whom you caused pain. നീ ആർക്കാണോ വേദന ഉണ്ടാക്കിയത് അവനോട് ചെന്ന് മാപ്പ് പറയൂ, സുദർശന ചക്രം പൊയ്ക്കോളും. So he had to go down all the way to Ambarish Maharaj to ask pardon from him, beg pardon from him. So അങ്ങനെ ഭക്തൻ so അവിടെയും what is proves that പരദുഃഖ ദുഃഖിയാണ് ഭഗവാൻ. പരദുഃഖ ദുഃഖിയാണ് വൈഷ്ണവർ, ഭഗവാന്റെ ഭക്തർ. സോ ആ പരദുഃഖ ദുഃഖി എന്ന ഭാവം ഭക്തനുള്ളപ്പോൾ ഈസ് ഓൾവേസ്. സോ സെയിം ക്വാളിറ്റിയാണ് അദ്വൈതാചാര്യനും മുമ്പ് കണ്ട കഥയിലെ ബ്രഹ്മദേവനും കാണിച്ചു തന്നത്. സോ ഹരേ കൃഷ്ണ. വി വിൽ വൈൻഡ് അപ്പ് ഹിയർ. കാരണം എനിക്ക് മറ്റൊരു ക്ലാസ്സിന് പോകേണ്ട ആവശ്യമുണ്ട്. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ നൗ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ശ്രീ 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 ചൈതന്യ ചരിതാമൃതം की जय. श्रील प्रभुपाद की जय. कृष्णराज कविराज गोस्वामी की जय. श्रील टैगोर सिद्धांत प्रेमानंदे. हरि हरि बोल.
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ പറയാം. ഹരി ചോദിക്കാം. ഹരേ കൃഷ്ണ. വിൽ സീ ദാറ്റ്. ഹരേ കൃഷ്ണ. എനി ക്വസ്റ്റ്യൻ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. Okay, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അങ്ങോട്ട് വിളിച്ചു.